പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളാണ്, കുടുംബ കലഹം. പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്ന ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹം. പുറത്തുനിന്ന് നോക്കുമ്പോൾ പല കുടുംബങ്ങളും സന്തോഷകരമായി നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അവരുടെ വീടുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ചിലപ്പോൾ മൗനം, ചിലപ്പോൾ വാക്കേറ്റം, ചിലപ്പോൾ മനസ്സിലാക്കാത്ത അവസ്ഥ. പലപ്പോഴും നമ്മൾ ചോദിക്കും, ഇത്രയും പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് പോലും എന്തുകൊണ്ട് സമാധാനം ഉണ്ടാവുന്നില്ല? ഇന്ന് നമുക്ക് ബൈബിളിൽ നമ്മോട് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആദ്യമായി നാം ഒരു കാര്യം മനസ്സിലാക്കണം. വിവാഹം മനുഷ്യനുണ്ടാക്കിയ ഒരു ബന്ധമല്ല, മറിച്ച് ദൈവം തന്നെ സ്ഥാപിച്ച ഒരു ബന്ധമാണ്. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ചേർത്തത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇത് മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 6 വാക്യത്തിൽ കാണാം. അതായത് വിവാഹം ഒരു കരാറല്ല, ഇത് ഒരു ദൈവിക ഉടമ്പടിയാണ്. ദൈവം രണ്ട് ആളുകളെ ഒന്നാക്കുമ്പോൾ അവരുടെ ജീവിതം ഒരുമിച്ച് നിർമ്മിക്കാനാണ്. പലപ്പോഴും നാം കാണുന്ന ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കലഹം ഇടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണങ്ങൾ ചെറുതാണെങ്കിലും കലഹങ്ങൾ വലുതായി വരുന്നു. ചെറിയ കാര്യങ്ങൾ, വലിയ വർത്തമാനം, സംസാരത്തിൻ്റെ രീതികൾ, പരസ്പരം കേൾക്കാത്തത്, അഹങ്കാരം, ക്ഷമിക്കാത്ത മനസ്സ്, ഇതൊക്കെയാണ് പലപ്പോഴും ഒരു കുടുംബജീവിതം തകർക്കുന്നത്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, കോപിക്കുമ്പോൾ പാപം ചെയ്യരുത്. പലപ്പോഴും കോപം സ്വാഭാവികമാണ്, പക്ഷേ കോപം നമ്മെ നിയന്ത്രിക്കരുത്. പല കുടുംബങ്ങളും തകരുന്നത് പലപ്പോഴും ഒരു നിമിഷത്ത് പറഞ്ഞ ഒരു വാക്കിലൂടെയാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു കുടുംബത്തിൻ്റെ കഥ നിങ്ങളോട് പറയുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം പല ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഒരു കുടുംബത്തിന് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകിയത്. ആദ്യ സമയങ്ങളിലൊക്കെ ഭാര്യയ്ക്കും ഭർത്താവും സപ്പോർട്ടായിട്ട് ഫാമിലിയും അതുപോലെ മെയ്ഡും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോകെ ഒരു 2 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങാറാകുന്ന പ്രായം ആയപ്പോഴത്തേക്കും പല കാരണങ്ങൾ കൊണ്ട് വീട്ടുകാർ മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കായി. ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ ഈ 2 കുഞ്ഞുങ്ങളെയുമാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞിനെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നോക്കുന്നത്. അതും ചെറിയ പ്രായത്തിൽ അമ്മമാർ വളരെയധികം സാക്രിഫൈസ് ചെയ്താണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്നുള്ളത് അച്ഛന്മാർ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഓരോ ഭവനങ്ങളിലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒരു സ്ത്രീ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന്. പകൽ സമയങ്ങളിലൊക്കെ ഒരു പാർട്ട് ടൈം മെയ്ഡ് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുമെങ്കിലും ഈ സ്ത്രീക്ക് ഒന്ന് വാഷ്റൂമിൽ വരെ പോകണമെങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കിരുത്തി പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഭർത്താവ് അതുപോലെ ഓഫീസിലെ കാര്യങ്ങളും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞെത്തും. എന്നാൽ ഭർത്താവ് ഈ കുഞ്ഞുങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ചായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മേ ബി അദ്ദേഹത്തിൻ്റെ ഓഫീസ് വർക്കും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂടുതൽ സമയം ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും ഇങ്ങനെയുള്ള, എന്നാൽ ഭാര്യ പറയുന്നത് പലപ്പോഴും അവർ കാണുന്നത് അദ്ദേഹം റീൽസും യൂട്യൂബ് വീഡിയോസും കണ്ട് സമയം ചെലവിടുന്നു എന്നാണ് പുള്ളിക്കാരത്തിയുടെ പരാതി. നാം ഒരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും പാതിരാത്രിയിൽ
ഈ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് പലപ്പോഴും ഉറക്കമില്ലാത്ത എത്രയോ രാത്രികളായിരിക്കും ഈ അമ്മമാർ അനുഭവിക്കുന്നത്. ഒരു മാതാവായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാതാവിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെയുള്ള അവകാശമാണ് കുഞ്ഞുങ്ങളിൽ. രണ്ടുപേരും തുല്യമായി അവരുടെ ഡ്യൂട്ടികൾ ചെയ്തിരിക്കണം. പലപ്പോഴും ഭർത്താക്കന്മാർ നല്ലപോലെ ഉറങ്ങുന്ന സമയത്ത് ഭാര്യമാർ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തിരുന്ന് താരാട്ട് പാട്ട് പാടേണ്ട അവസ്ഥകൾ വരാറുണ്ട്. കുഞ്ഞുങ്ങൾ പലപ്പോഴും കരഞ്ഞെഴുന്നേക്കാറുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറിക്ക് ശേഷം അനുഭവിക്കുന്ന സ്ട്രെസ് എത്രത്തോളമാണെന്ന് ഒരു പുരുഷനും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് അവരെ മനസ്സിലാക്കണം, അവരെ സ്നേഹിക്കുവാൻ പഠിക്കണം. അവരുടെ ഇപ്പോൾ കടന്നു പോകുന്ന ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. പുരുഷന്മാർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓഫീസിലെ വർക്ക് സ്ട്രെസ് ഒക്കെ നിങ്ങൾ ഓഫീസിൽ ഉപേക്ഷിച്ച് പോരുക. വീട്ടിൽ വന്ന് കിട്ടുന്ന ആ സമയം ആ കുഞ്ഞുങ്ങളുമായി കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ കൂടുതൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ഈ കഥയിൽ പറഞ്ഞു വന്നത് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായ പല പ്രശ്നങ്ങൾക്കും കാരണം ഭർത്താവിൻ്റെ കെയറിങ് ഇല്ല, സപ്പോർട്ട് ഇല്ല എന്ന് വന്നതാണ് അവർ ഒരു വിവാഹ ബന്ധത്തിലെ മോചനത്തിലേക്ക് പോകുന്നത് സിറ്റുവേഷൻ വന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ മാതാവിന് കുഞ്ഞുങ്ങളെ എങ്ങും വെച്ച് പോകാൻ സാധിക്കാത്ത സിറ്റുവേഷൻസ് വന്നിരുന്നു. ആ മാതാവ് ഭർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വാഷ്റൂമിൽ പോകണമെങ്കിലും പെട്ടെന്ന് വാഷ്റൂമിലേക്ക് ഓടിപ്പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥകൾ പലപ്പോഴും ഈ ഓരോ സ്ത്രീകൾക്കും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തിയവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ അനുഭവിക്കുന്ന സ്ട്രെസ് എത്രത്തോളമാണെന്ന്. കാരണം അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും കുട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പല മാതാപിതാക്കളും, പ്രത്യേകിച്ച് മാതാവ്, ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഹെൽത്തിനെ പോലും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം കണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളും വളരുന്നത്. ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം ബൈബിളിൽ ഭർത്താവിനോട് പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഭർത്താവേ, നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ചിന്തിച്ചു നോക്കൂ, ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചു? ത്യാഗത്തോടെ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ അത് കുടുംബത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ തന്നെ, നാം അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും മുമ്പിൽ ദൈവത്തെ ചേർത്ത് പിടിക്കണം. പലപ്പോഴും നാം കാണുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ കാര്യം തന്നെ, അവരുടെ ഒരു ചെറിയ പ്രശ്നം ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവർ അനുഭവിക്കുന്ന ആ ഒരു വലിയ സ്ട്രെസ് ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇന്ന് പലപ്പോഴും വരുന്ന ഡിവോഴ്സ് കേസുകളിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് ഇന്ന് പല കുടുംബങ്ങളിലെയും പല വലിയ പ്രശ്നങ്ങൾക്കും കാരണം. പണ്ടുള്ള അപ്പച്ചനമ്മച്ചിമാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴയ കാലഘട്ടത്തിൽ ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പഴയ കാലത്ത് വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കുമൊക്കെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ
പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിരുന്നു. നമ്മുടെ പഴയകാലത്തെ അപ്പച്ചനും അമ്മച്ചിമാരും അവര് ഓരോ മക്കൾക്ക് വേണ്ടിയും പേരെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓരോ കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഇങ്ങനെ പേരെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും ആ അപ്പച്ചനും അമ്മച്ചിമാരും പ്രാർത്ഥിച്ചിരുന്നു. പഴയ തലമുറ അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പഴയ കാലത്ത് നിങ്ങൾക്ക് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നം ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാവും. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. അതാണ് പറയുന്നത്, പഴയ തലമുറ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന്, അവരുടെ പ്രാർത്ഥന എത്ര ശക്തമായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ കാലത്ത് അപ്പച്ചനും അമ്മച്ചിയും കൊച്ചുമക്കളും മക്കളും ഒക്കെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബ സദസ്സ് തന്നെ ഉണ്ടായിരുന്നു. ആ സദസ്സിലേക്ക് ഒരു പുതിയ ഒരാൾ വരുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രശ്നം, അവിടുത്തെ സന്തോഷം, സമാധാനം എല്ലാം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ന്യൂക്ലിയർ കുടുംബത്തിലേക്ക് മാറിയപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയയായി മാറി. കുടുംബങ്ങൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ മാത്രമായി ചുരുങ്ങുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പറയുവാൻ സാധിക്കുന്നു. പലപ്പോഴും വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കുറച്ച് ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഒരു മിക്ക ആൾക്കാരും ജോലി സംബന്ധമായിട്ട് ഭാര്യയും ഭർത്താവും പിന്നെ ഒരുമിച്ച് താമസിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നു അവരുടെ. എന്നാൽ നിങ്ങൾ പുതിയതായിട്ട് കല്യാണം കഴിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന പോയിന്റ് ഞാൻ പറയുകയാണ്. നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി, അതിനുശേഷം നിങ്ങൾ ഭർത്താവിൻ്റെ ഒപ്പം ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ച് സാധാരണഗതി ജോലി സംബന്ധമായി ഒരുമിച്ചായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ മാത്രമായി പോകുന്നു, രണ്ടുപേരും മാത്രമായി പോകുന്ന അവസ്ഥ. അവിടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. ആ അവസ്ഥയിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വൈകുന്നേരം, പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു 15 മിനിറ്റ് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ എന്തൊരു പ്രശ്നവും അത് രണ്ടുപേരോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ പങ്കാളിയോടും ഒപ്പം ദൈവത്തോടും. അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് മനസ്സിലാവും എൻ്റെ ഭാര്യ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഭർത്താവ് അനുഭവിക്കുന്ന സ്ട്രെസ് എന്തൊക്കെയാണ്, അനുഭവിക്കുന്ന ദുഃഖം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്താൽ 99% നിങ്ങളുടെ ലൈഫ് സക്സസ് ആയിരിക്കും. ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാക്കുകളിലൂടെ കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തിരിക്കണം. ഒരിക്കലും നെക്സ്റ്റ് ഡേയിലേക്ക് അത് നീട്ടിക്കൊണ്ടു പോകരുത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ഓരോ വഴക്കും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ ഫസ്റ്റ് ഡേ ഇൻ മൈ മാരേജ്, നിങ്ങളുടെ ആദ്യത്തെ ആ ഫസ്റ്റ് ഡേ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കല്യാണം, വിവാഹം നടന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കുക. ആ വിവാഹ ദിവസം നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ദിവസങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക. ആ സന്തോഷ നിമിഷത്തെ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരിക. രണ്ടുപേരും എത്ര സന്തോഷകരമായിരുന്നു നിങ്ങളുടെ ആ ദിവസങ്ങൾ. എന്നാൽ ഇന്നോ അങ്ങനെ മനസ്സിലേക്ക് ആ സന്തോഷമായ നിമിഷങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. സ്വാഭാവികമായും ഇപ്പം ഉണ്ടായിരുന്ന ഈ ചെറിയ ചെറിയ ഈഗോ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. പ്രിയമുള്ളവരെ,
നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഓഫീസിലെ സ്ട്രെസ്സും പുറത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ ചുമലിലേറ്റി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഓഫീസ് സ്ട്രെസ് ഓഫീസിൽ കളയുക. വീട്ടിൽ വരുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ തലമുറയാണ് നിങ്ങളുടെ അനുഗ്രഹം. സന്തോഷകരമായി ജീവിക്കുക. നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പവിത്രമായ ഒരു ബന്ധമാണ്. നിങ്ങൾക്ക് അവസാന കാലം വരെയും നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാൻ പഠിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് എങ്ങനെയായിരുന്നു? നല്ലൊരു കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഒരു അടിത്തറ പഴയ തലമുറയിൽ നിന്ന് വാർത്തെടുത്തവരാണ്. നല്ല ജീവിതം തിരഞ്ഞെടുക്കൂ. അതുപോലെ തന്നെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കൂ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് എന്നും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവും. പല പ്രശ്നങ്ങളും കൗൺസിലിംഗ് കൊണ്ട് മാത്രം തീർക്കുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും പലരും കാണുന്നതാണ് അവനവൻ്റെ പ്രശ്നം പരസ്പരം നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഒരു കൗൺസിലിങ്ങിലൂടെ മാത്രം നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുവാൻ പറ്റുന്നതോ അത് പല ഘട്ടങ്ങളിലേക്ക് മാറിപ്പോവുകയും അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് ചെല്ലുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പാർട്ണറുമായിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഒരു കാര്യം കൂടെ എല്ലാവരും ഓർക്കണം. ഈ പ്രഗ്നൻസി സമയമെന്ന് പറയുന്നത് ആ ഒരു 9 മാസ കാലഘട്ടം സ്ത്രീയെ സംബന്ധിച്ച് ഒരു പവിത്രമായ ഒരു അനുഭൂതിയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. പുരുഷന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്ന ആ ദിവസം, അതിനു മുമ്പും പിന്നീട് തുടർന്നും നിങ്ങൾ അവരെ സ്നേഹം കൊണ്ട് പൊതിയുക എന്നുള്ളതാണ്. സ്നേഹത്തിലൂടെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ അവരെ കൂടുതൽ സ്നേഹിക്കുവാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ കുഞ്ഞാണ് അവളുടെ ഉദരത്തിലുള്ളത്. ദൈവിക ശക്തി. പലപ്പോഴും ഗർഭിണിയായിരിക്കുന്ന സിറ്റുവേഷനിൽ പല സ്ത്രീകളും വളരെയധികം മാനസികമായ പിരിമുറുക്കത്തിലൂടെ പോകാറുണ്ട്. ഭർത്താക്കന്മാർ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളും മറ്റും അത് അവളുടെ ഹൃദയത്തിൽ കൊള്ളുന്നത് പോലെ അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെയാണ് അത് ബാധിക്കാറുള്ളത്. അതുകൊണ്ട് വളരെ നല്ല വാക്കുകൾ ഉപയോഗിക്കുക, സ്നേഹം കൊണ്ട് മൂടുക, നല്ല ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യട്ടെ. കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല മാതാപിതാക്കളുടെയും അവർ ഈ കാലഘട്ടത്തിൽ പരസ്പരം വഴക്കടിച്ച് ആ ഉണ്ടാവുന്ന കുഞ്ഞിന് എത്രത്തോളം സ്ട്രെസ് ലൈഫിൽ ഒരു ബിൽഡപ്പായിട്ട് തന്നെ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പല കുഞ്ഞുങ്ങളും എപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കും. അത് അവരുടെ ആ ജനനത്തിൽ തന്നെ അങ്ങനെ വന്നിരിക്കുന്ന കാണാം. ചില ഇൻട്രോവേർട്ടായിട്ടും ഇതൊക്കെ ഒരു ഔട്ട്സൈഡായിട്ട് നമുക്ക് പറയാമെങ്കിലും എവിടേക്കോ അന്ന് അമ്മ അനുഭവിച്ച പല മാനസിക പിരിമുറുക്കങ്ങളുമാണ് ഈ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത്. ഹാപ്പി ആയിട്ട് ഇരിക്കുക, അമ്മമാർ പാട്ടുകൾ കേൾക്കുക, സന്തോഷകരമായിരിക്കുക. അതുപോലെ ഈ 9 മാസക്കാലം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, മനസ്സിനെ സമാധാനത്തിലൂടെ നയിക്കുക, ദൈവത്തെ കൂടുതൽ അറിയുക, നല്ല പാട്ടും നല്ലത് മാത്രം കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ നാവും ചിന്തയും നമ്മുടെ മനസ്സും എല്ലാം ഈ കുഞ്ഞും അതുപോലെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് സ്നേഹമുള്ള കുടുംബമാണ്, ക്ഷമിക്കുന്ന കുടുംബമാണ്, പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ബൈബിളിൽ പറയുന്നു, സ്നേഹം എല്ലാത്തിനെയും സഹിക്കുന്നു. സ്നേഹമുള്ളിടത്ത് കലഹം നിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഓരോരോ ചെറിയ ചെറിയ പിണക്കങ്ങൾ, ആ ചെറിയ ചെറിയ പിണക്കങ്ങൾ പറഞ്ഞ് തീർക്കുക
നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് കൂടുതൽ സ്നേഹത്തോടെ വീണ്ടും ഒന്നിച്ച് ജീവിക്കുക. പലപ്പോഴും നാം കാണാറുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. കുടുംബത്തിലുള്ളവരോട് നമുക്ക് സംസാരിക്കുവാൻ സമയമില്ല. നമുക്ക് വെളിയിലുള്ള ആളുകളോട് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടുന്നു. കുടുംബത്തിലുള്ളവരെ കാണുവാൻ ശ്രമിക്കുക. നിനക്ക് 5 ലക്ഷം ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും 10 ലക്ഷം ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് നിന്റെ പ്രിയപ്പെട്ടവർ മാത്രമായിരിക്കും. നിനക്കൊരാപത്ത് വരുമ്പോൾ നിന്നെ കയ്യിലേന്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യയോ നിന്റെ പ്രിയപ്പെട്ടവരോ മാത്രമാണ്. അല്ലാതെ ദൂരത്ത് നിൽക്കുന്ന അറിയാത്ത ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിന്റെ ഫോളോവേഴ്സോ ഒന്നും അല്ല നിന്റെ അടുത്തേക്ക് വരുന്നത്. നീ സ്നേഹിക്കേണ്ടത് നിന്റെ കുടുംബത്തിലുള്ളവരെയും നിന്റെ ഒപ്പമുള്ളവരെയുമാണ്. സ്നേഹിച്ച് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. പ്രിയമുള്ളവരെ, നാമൊക്കെ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കലഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് പറയാനുള്ളത് ഇതുമാത്രമാണ്: നിങ്ങൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ പ്രശ്നം ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഭാര്യയും ഭർത്താവും ഇത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്യൂ, ഒരു പ്രാക്ടീസ് ആക്കുക. വിവാഹം കഴിഞ്ഞു വരുമ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ആളല്ലെങ്കിൽ പോലും അദ്ദേഹത്തെയും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അദ്ദേഹത്തിന് അവസരം കൊടുത്ത് അദ്ദേഹത്തിനോടും പറയുക. നല്ലത് ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. തുടക്കത്തിൽ ബുദ്ധിമുട്ടുള്ളവരെ നമുക്ക് ചേർത്ത് പിടിച്ച് കൂടെ നിർത്തുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എല്ലാത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയെ കൊണ്ടുവരിക. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ എത്രമാത്രം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. അത് ഫോളോ ചെയ്തു വന്ന മാതാപിതാക്കളുടെ തലമുറകളാണ് നമ്മളൊക്കെ അതിൻ്റെയൊക്കെ കൊച്ചുമക്കളാണ്. അപ്പോൾ ആ ഒരു പഴയ തലമുറയെ സ്നേഹിക്കുവാൻ പഠിക്കുക. പഴയ തലമുറയുടെ നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ, കൂടുതൽ വഴക്കുകൾ ഉണ്ടാവുന്നതുമൊക്കെ വലിയ വലിയ ഈഗോയുടെ പ്രോബ്ലംസ് ആയിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. സംസാരിക്കുക. നിങ്ങൾ എന്തൊരു പ്രോബ്ലം, പരസ്പരം പ്രശ്നമുണ്ടാവുമ്പോൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം: ആദ്യം നിങ്ങൾ എങ്ങനെയായിരുന്നു ഒരുമിച്ച്, ആദ്യത്തെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു, അന്നത്തെ ആ സ്നേഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും. പിന്നെ പരസ്പരം ഒരു കാര്യം മാത്രം നിങ്ങളോട് അവസാനമായി പറയുവാനുള്ളത്: ഒരിക്കലും, അത് ഭാര്യയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ഒരിക്കലും പരസ്പരം വഞ്ചിക്കാതിരിക്കുക. പരസ്പരം വഞ്ചിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചിരിക്കും. അത് ഏത് വഴിയിലൂടെയാണ് വരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾ പരസ്പരം വഞ്ചിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കും. വേറൊരു തലമുറയ്ക്ക് മുമ്പ് തന്നെ, നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ വഞ്ചന നമ്മളും അറിഞ്ഞിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായിട്ട് കാണേണ്ടത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം വഞ്ചിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം സംസാരിച്ച് തീർക്കുക. ഒരിക്കലും ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരെ മാത്രം, കഴിവതും 99% നിങ്ങൾക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവൂ. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും മാറും. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക്
അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഒക്കെ മനസ്സിലായി തുടങ്ങുമല്ലോ. ഒരാളെ മാറ്റാൻ സാധിക്കും, ഒരാളുടെ സ്വഭാവം കുറേയൊക്കെ നമുക്ക് മാറ്റുവാൻ സാധിക്കും, ഭർത്താവിൻ്റെ ആയിക്കോട്ടെ ഭാര്യയുടെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയത് ഒരു കാര്യം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ടുപേരും എല്ലാ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹം ഉണ്ടാവും. ഇനി ഇതുപോലെ പല കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഡിവോഴ്സ് ആയവരും ഉണ്ട്, ഡിവോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് പരസ്പരം സംസാരിച്ച് തീർക്കുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും. അദ്ദേഹത്തെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എനിക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുക. അതുപോലെ തന്നെ ഡിവോഴ്സായി നിൽക്കുന്നവർ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഡിവോഴ്സ് ആയവർ വീണ്ടും ഒന്നിക്കുവാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ. പക്ഷേ നിങ്ങൾ കുറച്ച് ഡിവോഴ്സായി മാറി നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഴയ കാലം ഒന്ന് ഓർത്തു നോക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഒന്ന് യോജിച്ചു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇപ്പോൾ ചേഞ്ചായി അല്ലെങ്കിൽ അവർ ചേഞ്ചായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു കോഫി ടോക്ക് നടത്തി നിങ്ങളൊന്ന് പരസ്പരം ഒരു ചെറിയ ഷോപ്പിൽ ഒരു കോഫി കുടിക്കാൻ അദ്ദേഹത്തെയും വിളിക്കുക. മക്കളുണ്ടെങ്കിൽ അവരെയും ഒന്നിച്ചു ചേർന്ന് ഒന്ന് സംസാരിച്ച് നോക്കൂ. ചിലപ്പോൾ ആ ഒരു നിമിഷം ജീവിതത്തിലെല്ലാം മാറി മറിയാം, വീണ്ടും റീജോയിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് നാളെ എല്ലാം ഉണ്ട്, നാളത്തെ ദിവസത്തിന് ശേഷം എനിക്ക് കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ ഈ നിമിഷം ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ എൻ്റെ ജീവിതം എന്ന് ചിന്തിച്ചു നോക്കൂ. 10 മിനിറ്റേ എനിക്ക് മുമ്പിലുള്ളൂ. അയ്യോ, ആ 10 മിനിറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണുള്ളത്? എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവിനോടൊത്ത് ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ. കഴിഞ്ഞു, സമയം കഴിയാൻ പോവാണ്. എന്നാലും എൻ്റെ ഭർത്താവിനോടൊപ്പം, എൻ്റെ ഭാര്യയോടൊപ്പം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു 10 മിനിറ്റ് മതി. ദൈവമേ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും ഇവരോടൊത്ത് ഒരുമിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങൂ. നമ്മുടെയൊക്കെ ജീവിതം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ലക്ഷ്യമുള്ളത് കൊണ്ടാണ്, ഓപ്ഷൻസ് ഒരുപാടുണ്ട് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ജീവിതത്തിനെയൊക്കെ നിസ്സാരമായി കാണുന്നത്. ജീവിതത്തിനെ നിസ്സാരമായി കാണരുത്. കാരണം നിങ്ങളുടെ സമയം വളരെ കുറവാണ്. നാളെ ഈ ലോകം അവസാനിക്കുന്നു. അതിരുകൾ തമ്മിൽ തർക്കമുള്ള നെയ്ബേഴ്സ്, നാളെ ലോകം അവസാനിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഈ അതിരും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? കഴിഞ്ഞു, നാളെ കൂടെയുള്ളൂ, ലോകം കഴിഞ്ഞു. അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നാളെ കൂടെയുള്ളൂ, കഴിഞ്ഞു. ഇനി എന്താണ്? കൈകൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ഇന്നലെ വരെ ചെയ്തു പോയതൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ നിങ്ങൾക്കെല്ലാം? നമ്മുടെ ജീവിതത്തിൽ ഈ ജനറേഷനിൽ നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ ഒരു ജനറേഷനിൽ കണ്ടുവന്ന പല കാര്യങ്ങൾ, വെള്ളപ്പൊക്കം, കോവിഡ് എല്ലാം നമ്മൾ കണ്ടില്ലേ? കോവിഡിൻ്റെ സമയത്ത് എന്തായിരുന്നു? തീർന്നു, നാളെ കൂടെ, ഇന്നിപ്പോൾ എനിക്ക് പനി വന്നു, കഴിഞ്ഞു, നാളെ തീർന്നു എന്ന ഒരു സങ്കല്പത്തിലൂടെയല്ലേ നമ്മളെല്ലാവരും പോയിരുന്നത്. അന്ന് ആർക്കും ഒരു ജാതിയും വേണ്ട, ഒരു വർഗമോ അല്ലെങ്കിൽ നിറമോ, എന്തിന് ആർക്കും പരസ്പരം ഒന്നിനും മത്സരമില്ലായിരുന്നു. ഓഫീസുകളിലാണ് മത്സരമില്ല, പ്രൊമോഷനും വേണ്ട, ഒന്നും വേണ്ട. ഹോട്ടലുകളൊക്കെ എങ്ങനെയാ പൊക്കോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു അല്ലേ ഫുഡ്? കാരണം നമുക്ക് കാരുണ്യം ഉള്ളിലുണ്ട്. പക്ഷേ നമുക്ക് നാളെ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ഉണ്ട് എന്ന് തോന്നുന്ന സമയത്താണ് നമുക്ക് അഹങ്കാരം കൂടുന്നത്. നമ്മുടെ ജീവിതം ഇല്ല, ഇനി തീരാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ഇടയ്ക്ക് ക്യാൻസർ പേഷ്യൻസിൻ്റെ സെൻറ്ററിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും അവരൊക്കെ അനുഭവിക്കുന്നത്. അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇനിയുള്ള ജീവിതം കുറച്ചേ ഉള്ളൂ. പക്ഷേ
സന്തോഷമായിട്ടിരിക്കണം, നല്ലത് കേൾക്കണം. അന്നേരം അവർക്ക് ആരെയും ദുഷിക്കേണ്ട കാര്യമില്ല. ഒന്നുമില്ല, എൻ്റെ അതിര് പോയ എൻ്റെ സഹോദരൻ എന്നെ അങ്ങനെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ സഹപാഠി എന്നെ ഇത് ചെയ്തു, ഒന്നുമില്ല, അവർക്കൊന്നുമില്ല. പിന്നെ മുമ്പിലുള്ളത് എന്താണ്? മുമ്പിലുള്ളത് ഒരേ ഒരു കാര്യം, ദൈവത്തോട് കൂടുതൽ അടുക്കുക. ഇനി കുറച്ചു കാലമേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ നല്ലത് ചെയ്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രിയമുള്ളവരെ, പ്രസംഗം ഒരുപാട് നീണ്ടുപോയി എന്നറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതമൊക്കെ വളരെ ചെറിയ ഒരു കണിക മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അഹങ്കാരം വെടിയുക, ദൈവത്തിൽ കൂടുതൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഏത് സമയത്തിരുന്നാലും, ഏത് ടൈം സോണിലാണെങ്കിലും, ഏത് ദേശത്താണെങ്കിലും നിങ്ങൾ നല്ലത് മാത്രം ചെയ്യുക. ഈ വിഷയം, ഈ വീഡിയോ ഇഷ്ടമുള്ളവർക്ക്, ദൈവത്തെ അറിയുന്നവർക്കും ദൈവത്തെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ വിഷയം കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ഇതൊക്കെ ലഭിക്കും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എല്ലാവരും നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുക. ജീവിതത്തിൽ ദുഃഖങ്ങൾ മറക്കുക, ദൈവത്തെ കൂടുതൽ അറിയുക. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസവും ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. വീണ്ടും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും, വീണ്ടും സകലരെയും, ഈ പ്രാർത്ഥന കേൾക്കുന്നവരെയും എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.